നമസ്കാരം, ഗ്രേപ്സിലേക്ക് സ്വാഗതം. ഒരുപാട് ഹോസ്പിറ്റൽ ഡിജിറ്റലൈസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. അതിൽ നല്ലൊരു പങ്ക് ഗ്രേപ്സ് ചെയ്യുന്നുണ്ട്. കുറേയധികം നല്ല സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുണ്ട് കേട്ടോ. പലരും ഡിജിറ്റലൈസേഷനെ ഈ അടുത്ത കാലത്തായിട്ട് കാര്യമായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഗ്രേപ്സ് വളരെ കാലമായി കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, എസ്പെഷ്യലി നമ്മുടെ 360 ചക്ര, വേദ, ആ ഒരു ഓൺ മൂവിൽ തന്നെ നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സിനെയും എൻ്റെ ഹോസ്പിറ്റലിനെയും മാനേജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഗ്രേപ്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡയലോഗ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ജീവിഷൻ എന്ന് പറഞ്ഞ ഇൻ ഡെപ്ത് മറ്റ് സോഫ്റ്റ്വെയറുകളിൽ ഡെസ്ക്ടോപ്പിൽ പോലും വന്നിട്ടില്ലാത്ത ഫങ്ഷനുകൾ ഇന്ന് നമുക്ക് ഡെസ്ക്ടോപ്പിലും മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ ടാബ്ലറ്റ് PC-യിലും അവൈലബിൾ ആണ്. അപ്പോഴും നമ്മൾ ഒരു പുതിയ ഹോസ്പിറ്റലിൽ നിന്ന് എൻക്വയറി വരുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്ത് വില വരും നിങ്ങളുടെ സോഫ്റ്റ്വെയറിന്? ഇതൊരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമ്മളുടെ അഫോർഡബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രധാന കാര്യമുള്ളത്, വളരെ സൗജന്യമായി ഹെൽത്ത് റെക്കോർഡ്സ് കൊടുക്കുന്ന കമ്പനികളെ നമുക്കറിയാം. ചീപ്പ് റേറ്റ് എന്ന് വിളിക്കുന്ന രീതിയിൽ പ്രൈസ് ഇടുന്ന കമ്പനികളെ അറിയാം. പ്രൈസിങ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ ആ ഇമ്പോർട്ടൻസുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഗ്രേപ്സ് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു പോകുന്ന കമ്പനിയല്ല, ഡിജിറ്റലൈസേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കമ്പനിയാണ്. സോ ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പനി ഇൻസ്റ്റാൾ ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നതും ആർക്കും സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ തരത്തില്ല. എന്നാൽ ഒരു ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിൽ കൂടെ ആ സ്ഥാപനത്തെ കൈപിടിച്ച് നടത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞതും രണ്ടാണ്. നമ്മൾ ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ കൂടെ നിന്ന് ആ ഡിജിറ്റലൈസേഷനിൽ കൈപിടിച്ചുയർത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ പ്രായോഗികമായ ഡിജിറ്റലൈസേഷന് ആനുപാതികമായ പ്രൈസ് വരും. അത് ആദ്യത്തെ സംസാരത്തിൽ പലപ്പോഴും പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ഒരു സിസ്റ്റം സ്റ്റഡിയും അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് തരിക. അതൊരു മനോഹരമായ ജോബ് നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനത്തെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അതിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. കാരണം ഏതൊരു സ്ഥാപനത്തിനും നമ്മളെപ്പോലെ റിസർച്ചിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിന് ആ ഒരു വർക്കിൻ്റെ എക്സ്പെൻസ് മാത്രം കിട്ടിയാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നതിനുള്ള ചെലവിൻ്റെ കൂടെ നമ്മളൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് പ്രോഫിറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പ്രൈസ് പറയുക. ആ പ്രോഫിറ്റ് നമ്മുടെ ഓരോ വർക്കിലും കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആരെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ഹോസ്പിറ്റലിൻ്റെ സോഫ്റ്റ്വെയറാണ്, ഞങ്ങൾ ഇത്രയും പ്രൈസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അതുമായിട്ട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഗ്രേപ്സ് തയ്യാറാകില്ല. ചിലപ്പോഴൊക്കെ അതിന് ചിത്രീകരിക്കപ്പെടുന്നത് ഹൈലി പ്രൈസ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ്. ഹൈലി പ്രൈസ്ഡ് അല്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയറിൻ്റെയും കൂടെ കിടപിടിക്കത്തക്ക വിധത്തിൽ കോമ്പറ്റൻ്റ് ആണ് ഗ്രേപ്സ്. യൂസർ ഫ്രണ്ട്ലി ആണ്, ഫീച്ചർ റിച്ച് ആണ്. പ്രൈസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നമ്മുടെ മനുഷ്യർക്ക് അഫോർഡ് ചെയ്യാവുന്ന പ്രൈസാണ്. കാരണം നമ്മളുടെ എംപ്ലോയീസ് എല്ലാം ഇന്ത്യക്കാരാണ്. അവർക്ക് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള സാലറിയും എക്സ്പെൻഡിച്ചറുമാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിങ് ഫാക്ടറിൽ വളരെ റീസണബിളാണ് നമ്മൾ. ഇത് ഒരുപാട് പേരിൽ നിന്ന് പ്രൈസിനെ കുറിച്ചുള്ള കമൻറ്റ് വന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഹൈലി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് അറിയാം, ഹോസ്പിറ്റലിനെ ഫോക്കസ്ഡ് ആയിട്ട് ഒരുപാട് ഹാക്കേഴ്സിൻ്റെ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിനൊക്കെ പീരിയോഡിക് വിസിറ്റ് കൊടുത്ത് അല്ലെങ്കിൽ അവിടുത്തെ IT-കാരെ നല്ല രീതിയിൽ ടീച്ച് ചെയ്തിട്ട് നമ്മൾ അത്തരത്തിലുള്ള അറ്റാക്കുകളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ മാത്രമല്ല, എൻ്റെ ഹോസ്പിറ്റലിൻ്റെ നെറ്റ്വർക്ക്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അവിടുത്തെ സ്റ്റാഫ് ട്രെയിനിങ് എല്ലാം ചേർന്ന വളരെ വിശാലമായൊരു പ്രോസസ്സാണ്. അതിൻ്റെ റീസണബിൾ പ്രൈസിങ്, അതിൻ്റെ പ്രോഫിറ്റും കൂടെ ചേർന്നുള്ള പ്രൈസിങ്ങാണ് ഗ്രേപ്സിൻ്റെ എൻജിനീയേഴ്സ് അവിടെ വരുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഗ്രേപ്സിൻ്റെ പ്രൈസിനെ കുറിച്ച് ഒരു ചെറിയ ഇൻഫർമേഷൻ പറയാനുള്ളത്.